Hello, Shabari Srinivas here. Kinetic theory. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഈ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നേയുള്ള ലൈവ് ക്ലാസ്സിൽ നമ്മൾ ആ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ടിട്ടാണ് വരുന്നത് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ലൈവ് കാണാം, അത് നമ്മളെ ചാനലിലുണ്ട്. സോ നമ്മൾ പോകുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യേണ്ടത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആണ്. ലൈവിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഗ്യാസസ് ആണ്. എങ്കിൽ സോളിഡിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി നമ്മൾ ഉപയോഗിച്ച അതേ ടെക്നിക്കിനെ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. സോ അതിനായിട്ട് നമ്മൾ തന്നിട്ടുള്ളത് ഒരു സോളിഡ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സോളിഡ് ആണ്. അതിൽ n ആറ്റംസ് ഉണ്ട്. ഒരു ആറ്റം നമുക്കറിയാം, ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഒരുപാട് ആറ്റംസ് ഉണ്ടാവും. n നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള ഒരു സോളിഡ് ആണ്. സോ നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈച്ച് വൈബ്രേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ. ഒരു സോളിഡ് ആണെങ്കിൽ അതിലെ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താണ്? മോളിക്യൂൾസ് എല്ലാം വെരി ക്ലോസ്ഡ് പാക്ഡ് ആണ്, അല്ലേ? വളരെ 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 അടുത്ത് ക്ലോസ്ലി പാക്ഡ് ആണ്. സോ മോളിക്യൂൾസിന് ട്രാൻസ്ലേഷൻ മോഷൻ, ഓരോ മോളിക്യൂൾസിനുള്ള ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ അല്ല. മോളിക്യൂൾസിന് വൈബ്രേഷൻ മാത്രമാണ് പോസിബിൾ. സോ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എനർജി? നമ്മൾ പഠിച്ചടാ ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അനുസരിച്ചിട്ട് ഫോർ ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഹാഫ് kBT എനർജി ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈബ്രേഷൻ ആണ്. കറസ്പോണ്ടിങ് ടു വൺ വൈബ്രേഷണൽ മോഡ് ഓഫ് എന്താ പറയുക വൈബ്രേഷൻ ദർ ആർ 2 degrees ഓഫ് ഫ്രീഡം, അല്ലേ? വൈബ്രേഷൻ 2 degrees ഓഫ് ഫ്രീഡം ഉണ്ട്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ 2 × ½ kBT ആയിരിക്കും അതിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ ഒരു ഡയമെൻഷനിലെ എനർജി. സോ ദാറ്റ് വിൽ ബി kBT. ക്ലിയർ അല്ലേ? ഇത് ഒരു മോളിക്യൂളിൻ്റെ ഒരു ഡയറക്ഷനിലാണ്. ദ വൈബ്രേഷൻ ഈസ് പോസിബിൾ ഇൻ 3 dimension. അതിന് മുകളിലേക്കും താഴേക്കും സൈഡിലേക്കും മുന്നോട്ടും പിന്നോട്ടും എല്ലാം വൈബ്രേറ്റ് ചെയ്യാം. 3 dimensionally കൺസിഡർ ചെയ്യുമ്പോൾ 3 types ഓഫ് വൈബ്രേഷൻസ് ആർ പോസിബിൾ. 3 × kBT. സോ ഇതൊരു മോളിക്യൂളിൻ്റെ കാര്യം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മോൾ ഓഫ് സോളിഡ് ആണ് എങ്കിൽ അവിടെ എത്ര ആറ്റംസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. സോ Na × 3 kBT ആയിരിക്കും അവിടുത്തെ ടോട്ടൽ എനർജി ഓഫ് 1 mole, അല്ലേ? 1 mole. സോ Na × kB 6 ആണ്. 3RT ആയിട്ട് നമുക്കതിൻ്റെ എനർജി കിട്ടും. എനർജി കിട്ടിയാൽ നമുക്കറിയാം എങ്ങനെ എനർജിയെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാമെന്ന് നോക്കാം. നമ്മൾ ഗ്യാസിൻ്റെ കേസിൽ കൃത്യമായി പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു മക്കളെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ ആ സിസ്റ്റത്തിനെ കുറിച്ച് ഹീറ്റ് എനർജി കൊടുത്തു. എന്താ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക? ഇന്റേണൽ എനർജി DU കൂട്ടാൻ ഉപയോഗിക്കും. സോ ഇന്റേണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും. പ്ലസ് ഇറ്റ് വിൽ ഡു സം വർക്ക്. എവിടെ പഠിച്ചു? നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചു, അല്ലേ? സോ നമ്മൾ പറയുന്നു ഇവിടെ സോളിഡ് ആണ്, അതിൻ്റെ ചേഞ്ച് ഇൻ വോളിയം നെഗ്ലിജിബിൾ ആണ്. സോ DQ കംപ്ലീറ്റ്ലി എന്തിനു ഉപയോഗിക്കുക? ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു മോളാണ്. സോ DQ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ NC∆T അല്ലെങ്കിൽ DT ആയിരുന്നു. N1 ആവുകൊണ്ട് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി വിൽ ബി N1 ആണ് C∆T, where C is specific heat capacity, molar specific heat capacity. So CDT is equal to DU, which means C is equal to DU divided by DT. എന്ത് മനസ്സിലായി? സ്പെസിഫിക് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്റേണൽ എനർജിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ അതാണ് മക്കളെ നമുക്ക് ചെയ്യേണ്ടത്. സോ C is equal to D/dt ഓഫ് ഇന്റേണൽ എനർജി എത്രയാണ് നമുക്ക് കിട്ടിയത്? 3RT, അല്ലേ? 3R കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. DT/dt ക്യാപിറ്റൽ T ആണല്ലോ ഇത്. യെസ്, ക്യാപിറ്റൽ T ആണ്, അവിടെ ക്യാപിറ്റൽ T ആണ്. സോ ദാറ്റ് ഈസ് 3R. ഇതാണ് എല്ലാ സോളിഡ്സിൻ്റെയും മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ എറൗണ്ട് എന്താ പറയുക ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത്. എല്ലാവരുടെ വാല്യൂം 3 times R ആണ്. വെർ R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അല്ലേ? 8.314 വാല്യൂ വരും. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ആ ടേബിളൊക്കെ കമ്പയർ ചെയ്ത് അറിയാം. കാർബൺ ഒരു എക്സംഷൻ ആണ്. ബാക്കി എല്ലാ സോളിഡ്സിൻ്റെയും മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി വരുന്ന വാല്യൂ ഇതാണ്. സോ ഇതായിരുന്നു ആ സെക്ഷൻ, സോളിഡ്സിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം. അടുത്തായിട്ട് നമുക്ക് പോകാം ആദ്യത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ഫോർ എ ഗ്യാസ് ഗാമ ഇസ് ഈക്വൽ ടു 3/2. R നമുക്കറിയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് CP ആൻഡ് CV. എങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാൻ നമ്മൾ 2 റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഗാമ ഇസ് ഈക്വൽ ടു CP ഡിവൈഡഡ് ബൈ CV. റിലേഷൻ കൂടിയുണ്ട്. CP - CV = R. ഇതാണ് നമുക്കുള്ള റിലേഷൻ. ഈ 2 റിലേഷൻ മാത്രം വെച്ച് ഈസി ആയി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. മക്കളെ നമുക്ക് എഴുതാം CP / CV = 3/2. ദാറ്റ് ഈസ് ഗാമ. സോ
2CP = 3CV നമുക്ക് ആവശ്യം വരും, അപ്പോൾ ഉപയോഗിക്കാം. സോ രണ്ടാമത്തെ സെക്കൻഡിൽ പറഞ്ഞു CP - CV = R. നമുക്കറിയുന്ന ഇക്വേഷനാണ് അല്ലേ, നമുക്കറിയുന്ന ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ അടുത്ത കാര്യം ചെയ്യാനുള്ളത്. നോക്കിക്കേ മക്കളെ, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2CP - 2CV = 2R അല്ലേ. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നോക്കിയേടാ, 2CP എന്നാൽ ഇതാ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2CP എന്നാൽ എന്താണ്, 3CV ആണ്. എല്ലാ ടേംസിനെയും നമുക്ക് CVയിലേക്ക് മാറ്റാം. സോ 3CV - 2CV = 2R. ദാറ്റ് ഈസ് CV = 2R. ആദ്യത്തെ കാര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്ത കാര്യം ഈസി അല്ലേടാ. CP = ഈ ഇക്വേഷൻ CP = R + CV. ദാറ്റ് ഈസ് R + 2R = 3R. വളരെ ഈസി ആയി നമ്മൾ CPയും CVയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഗാമ എന്താ, ദ റേഷ്യോ ഓഫ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സിമ്പിൾ. ഓക്കെ അല്ലേടാ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യെസ്, ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട, കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്വസ്റ്റ്യനിലുണ്ട്. അതെന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം നോക്കാം. At what temperature, ക്വസ്റ്റ്യൻ തന്നെ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. At what temperature kinetic energy will be half its value at 127 degrees Celsius? ഈസി ആണ്. kinetic energy = 3/2 kBT. ഈ ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം മക്കളെ. കൈനറ്റിക് എനർജി ഹാഫ് ഇറ്റ്സ് വാല്യൂ ആവുമെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ബൈ 2 ആകും അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ 3/2 kBT/2 ചെയ്താൽ മതി. കാര്യം മനസ്സിലായോ? പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടി എടുക്കുന്നത് എന്തിലാണ്? ടി ഇൻ കെൽവിനാണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. സോ 127 ഡിഗ്രി സെൽഷ്യസ് = 127 + 273 = എത്ര വരുടാ? 400 കെൽവിൻ വരും. മനസ്സിലായോ? സോ അത് 400 കെൽവിൻ ആണ് ഇപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി പറഞ്ഞത്. സോ KE/2 ആകണമെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താ? T/2 ആണ്. ദാറ്റ് ഈസ് 400 / 2 = 200 കെൽവിൻ. 200 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 200 - 273 = -73 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതാണ് ആ ടെമ്പറേച്ചർ. സോ കോൺസെപ്റ്റ് നമുക്ക് അറിയുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ടെമ്പറേച്ചർ കെൽവിനിലേക്ക് ആക്കണം. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആക്കിയിട്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഉടനെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ മക്കളെ, എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ഈസ് 6.21 × 10⁻⁻21 ആണ്, -21 ജൂൾ. Its average kinetic energy at 227 degrees Celsius will be. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. നമ്മൾ പഠിച്ചു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു, കൈനറ്റിക് എനർജി 3/2 kBT അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി 1 ടെമ്പറേച്ചർ 1 ആയിട്ട് അതിന് എടുക്കാം. നമുക്ക് വേണം കൈനറ്റിക് എനർജി അറ്റ് സം സെക്കൻഡ് ടെമ്പറേച്ചർ കൈനറ്റിക് എനർജി 2 ഈസ് പ്രപ്പോർഷണൽ ടു T2. സോ മക്കളെ ഈ രണ്ട് കാര്യവും നിങ്ങളൊന്ന് എഴുതിക്കേ. കൈനറ്റിക് എനർജി 2 / കൈനറ്റിക് എനർജി 1 ഈസ് ഈക്വൽ ടു T2 / T1. നമുക്ക് എഴുതാം അല്ലേ. നമുക്ക് എന്ത് വേണം? കൈനറ്റിക് എനർജി 2 വേണം. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി അറ്റ് ഫസ്റ്റ് ടെമ്പറേച്ചർ KE1 × T2 / T1. ഇത്രയേ ഉള്ളൂ. സോ കൈനറ്റിക് എനർജി അറ്റ് ഫസ്റ്റ് ടെമ്പറേച്ചർ ഇസ് ഗിവൺ 6.21 × 10⁻⁻21 × ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. T2 എത്രയിൽ എടുക്കണം? 227 + 273 വേണം. ഡിഗ്രി സെൽഷ്യസ് എന്ന വാല്യൂവിനെ കെൽവിനിലേക്ക് മാറ്റണം. ദാറ്റ് ഡിവൈഡഡ് ബൈ 27 + 273. ഓക്കെ അല്ലേ മക്കളെ? സോ ദാറ്റ് വിൽ ബി 6.21 × 10⁻⁻21 × 227 + 273 500 ഡിവൈഡഡ് ബൈ 300. വാല്യൂ ചെയ്യുമ്പോൾ വരും 10.3
35 into 10⁻⁻21 ജൂൾ. അവിടെയും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യുന്ന പോലെ ചെയ്ത് മനസ്സിലാക്കി ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആവശ്യം വരുമ്പോൾ ഡയറക്റ്റ്ലി ഉപയോഗിക്കാം. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൺവെർഷൻ്റെ കാര്യമാണ്. ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസിലെല്ലാം ടെമ്പറേച്ചർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിനിലെ ടെമ്പറേച്ചറാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ അല്ലേടാ? യെസ്, ദിസ് ഈസി. ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം കോൺസെപ്റ്റ് ആണ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ RMS സ്പീഡ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഡബിൾ ഇറ്റ്സ് വാല്യൂ എസ് STP. സോ RMS സ്പീഡ് ഓഫ് ഹൈഡ്രജൻ വെലോസിറ്റി, RMS വെലോസിറ്റിക്ക് ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറൈവ് ചെയ്യാം. നമുക്കറിയുന്ന ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT എന്നാണ്. അതിൽ കൈനറ്റിക് എനർജി എന്താടാ? ½ mv², VRMS². ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 kBT. ആ രണ്ടും അവിടെ തന്നെ കട്ട് ചെയ്തു. സോ mv² ഇസ് ഈക്വൽ ടു 3 kBT. ഓക്കെ, സോ v² ഇസ് ഈക്വൽ ടു 3 kBT divided by m, or v is equal to √3 kBT divided by m. സോ മക്കളെ, നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, കൃത്യമായി ശ്രദ്ധിച്ചേ. വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √T അല്ലേ? നോക്കിക്കേ, 3 കോൺസ്റ്റൻ്റ് ആണ്, KB കോൺസ്റ്റൻ്റ് ആണ്, മാസ് ഓഫ് ദാറ്റ് ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ അതും കോൺസ്റ്റൻ്റ് ആണ്. സോ വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √T. അങ്ങനെയെങ്കിൽ ഇനി നോക്കണം മക്കളെ, നമ്മളെ വ്യത്യാസം എന്താ വരിക? അറ്റ് വാട്ട് ടെമ്പറേച്ചർ RMS സ്പീഡ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഡബിൾ ഇറ്റ്സ് വാല്യൂ അറ്റ് STP. വെലോസിറ്റി എത്രയാകണം? V become 2V അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ എത്രയാകണോടാ? 40 ആകണം. 4 times T ആകണം. ജസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു നോക്കിയാൽ മതി, കൺഫ്യൂഷൻ മാറി കിട്ടും. എടാ, വെലോസിറ്റി 2V ആയി, ഇവിടെയും 2 ആകണ്ടേ? അപ്പോഴല്ലേ വെലോസിറ്റി 2 ആവുക. ആ 2വിനെ റൂട്ടിനകത്തേക്ക് എടുത്ത് നോക്കിയേ, ഈ 2 റൂട്ടിനകത്തേക്ക് എന്നാൽ 4 ആകും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വെലോസിറ്റി 2V ആകുമ്പോൾ ടെമ്പറേച്ചറിന് റൂട്ട് പ്രപ്പോർഷണൽ √T ആവുകൊണ്ട് അതിൻ്റെ 2 times അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ ടൈംസ് വേണം. ക്ലിയർ അല്ലേടാ? 40 ആണ് ടെമ്പറേച്ചർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എത്രയാണ് ടെമ്പറേച്ചർ, ഏതാണ് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു. അതിനായിട്ട് ക്വസ്റ്റ്യൻ തന്ന കീ എന്താ? അറ്റ് STP അല്ലേ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ്. പ്രഷർ ടെമ്പറേച്ചർ എത്രയാടാ? 273 കെൽവിൻ ആണ്, അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സോ T 273 ആണ്. സോ 4T is equal to 4 into 273, that will be 1092 Kelvin. So this is the answer. കാര്യം മനസ്സിലായില്ലേടാ? ഫൈനൽ പാർട്ട് കണ്ടുപിടിക്കാനാണ് STP എന്ന് പറഞ്ഞത്. STPയിലെ ടെമ്പറേച്ചർ 273 കെൽവിൻ ആണ് എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ്. സോ ദിസ് ഈസ് ഇറ്റ്. അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. കൃത്യമായി മക്കൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയേ. സർ പറയാം, നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് നോക്കുക, ഐഡിയ കിട്ടുക. അതിന് ശേഷം നമുക്ക് തുടർച്ചയായി കാണാം. സോ നോക്കടാ, എ പെർഫെക്റ്റ് ഗ്യാസ് അറ്റ് 27 degrees Celsius heated at a constant pressure so as to double its volume. The temperature of gas will be, easy അല്ലേടാ? At constant pressure, വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഏത് ലോ? നമ്മുടെ ചാൾസ് ലോ അല്ലേ? ചാൾസ് ലോ ഓർക്കുന്നുണ്ടാവും. സോ വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ പറഞ്ഞ കാര്യം എന്താ? V become 2V. സോ T will become 2T. കാര്യം മനസ്സിലായോടാ? സോ ഏത് ടെമ്പറേച്ചറിലാണ് കൂടുക എന്ന് പറഞ്ഞാൽ 27ൻ്റെ ഡബിൾ അല്ല, 27 degrees Celsius ഈക്വൽ ടു 27 + 273 ഈക്വൽ ടു 300 കെൽവിൻ ആണ്. അപ്പോൾ 2T is equal to 600 കെൽവിൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരുവാടാ? 600 - 273 ഈക്വൽ ടു 327 ഡിഗ്രി സെൽഷ്യസ്. 327 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണോ കാര്യം? മനസ്സിലായില്ലേ? സോ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു ആ ക്വസ്റ്റ്യൻ. സോ അതായിരുന്നു
നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു മൈ ഡിയേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയണം നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ട്. ദ എനർജി ഓഫ് ഗിവൺ സാമ്പിൾ ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ, നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി ഇക്വേഷൻ 3/2 kBT ആണ്. അതിലുള്ള ടേം ഏതാണ്? അത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ that term. It is independent of volume, pressure, nature of gas. So it is depends on ഏതാണ് നിങ്ങൾക്ക് അറിയാം, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും എല്ലാ മക്കളും കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. സി യു.